എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞ പ്രകാരം ഇന്ന് പോൽക്കാലം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുവാനാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 30-ാം തീയതി സെപ്റ്റംബർ 30-ാം തീയതി എൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് പനി അധികമായി കൂടുകയും ഇത് പാമ്പാടി ആശുപത്രി കൊണ്ടുപോയി ആദ്യം കാണിച്ചപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ചൊവ്വാഴ്ച അവൻ്റെ ഇതിൽ ഒരു ബാഡ് സ്മെല്ല് പോലും വായിൽ നിന്ന് വരികയും അതുപോലെ തന്നെ പനി കൂടി പാമ്പാടി ആശുപത്രി കൊണ്ടുപോയ സമയത്ത് പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർ അവൻ്റെ തൊണ്ടയ്ക്കകത്ത് ഒരു ഇത് ഫംഗസ് പോലെ ഒരു വെളുത്ത ഒരു മെംബ്രെയിൻ കാണുന്നു എന്ന് പറഞ്ഞ് അവർ വേറെ എന്തോ രോഗമാണെന്ന് ഇവിടെ നിന്ന് സ്ഥിരീകരിച്ച് അവർ കോട്ടയം ICHലോട്ട് ഞങ്ങളെ വിട്ടു. എത്രയും വേഗം കോട്ടയം ICHലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. പോകുന്ന സമയത്ത് ഇവിടുത്തെ പാസ്റ്ററെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കരഞ്ഞോട് ഞാൻ പാസ്റ്ററോടെ പറഞ്ഞു, പാസ്റ്റർ ഇതുപോലെ കുഞ്ഞിന് ഇതെന്തോ രോഗമാണെന്നാണ് പറയുന്നേ, എന്നാന്ന് അവർ പറയുന്നില്ല, അവർ എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ ICHലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുക, എന്നാന്ന് എനിക്ക് അറിയത്തില്ല പാസ്റ്റർ എന്ന് പറഞ്ഞപ്പം പാസ്റ്റർ അപ്പോഴും എൻ്റെ കൂടെ ഒരു വാക്ക് പറഞ്ഞു, പേടിക്കണ്ട, ഇൻഫെക്ഷൻ ആയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ബാഡ് സ്മെല്ല് അവൻ്റെ നിന്ന് ശ്വാസം വിടുന്നതിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും പാസ്റ്റർ പറഞ്ഞത് കുഴപ്പമില്ല, അത് കഫം തലയ്ക്കകത്ത് കിടന്ന് പഴകിയതിൻ്റെ സ്മെല്ലായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പാസ്റ്റർ എന്നെ ധൈര്യപ്പെടുത്തിയെങ്കിലും അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയിൽ ഞാൻ ഇവിടെ നിന്ന് കോട്ടയം ICHലോട്ട് പോയ സമയത്ത് അവിടെ ചെന്ന് ഈ കുഞ്ഞിനെ അവിടെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് എന്നെ കൊണ്ടുപോയി കാണിച്ച സമയത്ത് അവിടെയുള്ള ഡോക്ടർമാർ ഒരുപോലെ പറഞ്ഞ ഒരു രോഗമുണ്ടായിരുന്നു, ഈ കുഞ്ഞിന് ഡിഫ്തീരിയ ആണെന്ന്. 10 വയസ്സ് വരെയുള്ള വാക്സിനേഷൻ ഞാൻ കൊടുത്ത ഒരു കുഞ്ഞായിരുന്നു, എല്ലാം കൃത്യമായി കൊടുത്തിരുന്നെങ്കിലും അവിടെ ഓരോ ഡോക്ടർമാർ വന്ന് ഇവനെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഇവനിൽ നിന്നുള്ള ആ ബാഡ് സ്മെല്ലും അതുപോലെ തൊണ്ടയ്ക്കകത്തുള്ള ആ മെംബ്രെയിനും കണ്ടിട്ട് ഡിഫ്തീരിയ ആണെന്ന് അവർ വിധി എഴുതി അവർ ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്തു. അതായത് അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ENT കാണിക്കാൻ വേണ്ടി വിട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ കടന്നുപോയി ENT വിഭാഗത്തിൽ കൊണ്ടുപോയി കാണിച്ചു. കാഷ്വാലിറ്റിയിലായിരുന്നു. അവിടെ കൊണ്ടുപോയി കാണിച്ച സമയത്ത് അവർ ആദ്യം ഒന്നും പറഞ്ഞില്ല, ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ടെസ്റ്റ് ചെയ്ത് ഇത് ബ്ലഡ് എടുത്ത് അവർ ഒരുപാട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടു. ത്രോട്ടിൽ നിന്ന് അത് കുത്തിയെടുത്ത് കൾച്ചർ ചെയ്യാൻ വിട്ടു. അങ്ങനെ ഒത്തിരി സംഭവം ചെയ്ത് കഴിഞ്ഞ ശേഷവും അവർ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് അവർ ഞങ്ങളെ വീണ്ടും കോട്ടയം ICHലോട്ട് എന്നെ തിരിച്ചു വിട്ടു. അവിടെ ചെന്ന് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു റൂം വരെ തന്നായിരുന്നു, കാരണം കുഞ്ഞിന് ഡിഫ്തീരിയ എന്ന് പറഞ്ഞു. രാത്രി 11:30 മണിയായപ്പോഴത്തേക്കും ഞാൻ പാസ്റ്റർ ഫോൺ വിളിച്ച് സംസാരിച്ച് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴും പാസ്റ്റർ പറഞ്ഞ് പേടിക്കണ്ട, ഇത് ഇൻഫെക്ഷൻ ആണ്, കുഴപ്പമില്ല, പേടിക്കണ്ട എന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞായിരുന്നു. തിരിച്ച് റിസൾട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 8:45 മണിയായപ്പം വീണ്ടും മനസ്സ് ടെൻഷൻ കയറിയിട്ട് വീണ്ടും ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഇതുപോലെ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, ഫോണിൽ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിന് വേണ്ടി പാസ്റ്റർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോഴും പാസ്റ്റർ എന്നോട് പറഞ്ഞ്, എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം പാസ്റ്റർ എന്നോട് പറഞ്ഞ് പേടിക്കേണ്ട, മനുഷ്യരാരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും വിശ്വസിക്കേണ്ട, ഈ കുഞ്ഞിന് ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞു. എന്ന് ആ സമയത്ത് ആ പാസ്റ്റർ അത്രയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞായിരുന്നു ഈ കൊച്ചിന് അതാണെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് ഭയപ്പെടുത്തി വെച്ചിരുന്ന സമയമായിരുന്നു. പക്ഷെ ആ സമയത്ത് പാസ്റ്റർ പറഞ്ഞ വാക്ക് ഞാൻ അപ്പടി വിശ്വസിച്ചു. കുഞ്ഞിന് ഇൻഫെക്ഷൻ ആണ്, വേറെ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ധൈര്യപ്പെടുത്തി. ഒരു 10:30-11 മണി ആയപ്പോഴത്തേക്ക് റൗണ്ട്സിന് ഡോക്ടർമാർ വന്ന് കുഞ്ഞിനെ നോക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇത് ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ അതേ വാക്ക് അവരെന്നറിയാവോ ഇത് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. എന്നിട്ടും അവർക്കൊരു ചെറിയ ഡൗട്ടായി വീണ്ടും ഞങ്ങളെ കോട്ടയം IDUലോട്ട് സെക്ഷനിലോട്ട് ഞങ്ങളെ വീണ്ടും വിട്ടായിരുന്നു. ഇൻഫെക്ഷൻ ഡിസീസ് യൂണിറ്റ് എന്നും പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവിടത്തേക്ക് വീണ്ടും ഞങ്ങളെ പറഞ്ഞു വിട്ടായിരുന്നു. അവിടെയും ചെന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോഴും അവരും പറഞ്ഞു ടോൺസിലൈറ്റിസ് കൂടിയിട്ട് ഇൻഫെക്ഷൻ ആയതാണ്, വേറെ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ്
ദൈവം ചെയ്തത്. കാരണം മനുഷ്യരെല്ലാവരും ഒരുപോലെ വിധി എഴുതിയ സ്ഥാനത്തും അന്നും ഇവിടുത്തെ ഈ പാസ്റ്റർ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്, മനുഷ്യരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ദൈവം അത് അത്ഭുതം ചെയ്യും എന്ന് ദൈവം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ് എന്നെ ബലപ്പെടുത്തി, ഇത് ഇൻഫെക്ഷൻ തന്നെയാണെന്ന്. അതുപോലെ പാസ്റ്റർ പറഞ്ഞ അതേ വാക്കുകൾ അതുപോലെ എല്ലാ ഡോക്ടർമാരും പിന്നെ ടെസ്റ്റ് ചെയ്ത് പാത്തോളജി വരെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു കുഞ്ഞിനെ കൊണ്ട്. അതുപോലെ കൾച്ചർ ചെയ്തു, ബ്ലഡ് കൾച്ചർ ചെയ്യാൻ വിട്ടു. അതുപോലെ അവൻ്റെ ത്രോട്ടിനകത്ത് കുറച്ച് നൊഡ്യൂൾസ് ഉണ്ടായിരുന്നു, അതും ഇൻഫെക്ഷൻ മുഖേന വന്നതാണ്. പക്ഷെ അവർ വേറെ എന്തോ തെറ്റിദ്ധരിച്ച് അവർ ചെയ്തെങ്കിലും അവസാനം ഇത് എല്ലാം ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി വീണ്ടും ഡോക്ടറെ കണ്ടു. അപ്പോഴും അവർ പറഞ്ഞൊരു സെൻറ്റൻസ്, ഇത് ഇൻഫെക്ഷൻ ആയതാണ്, ടോൺസിലിറ്റീസ് കൂടി വൈറൽ ഇൻഫെക്ഷൻ ആയതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ദൈവം ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അങ്ങനെ ഒരു വിധി ദൈവം എഴുതി. ഒരു മരുന്ന് പോലും ഇപ്പം ഇല്ലാതെ കുഞ്ഞിന് ഇത്രത്തോളം ആരോഗ്യത്തോടും ആയുസ്സോടും കൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി. മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞാലും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു നന്മ, അതിനെത്ര തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഓർക്കുമ്പോൾ അത്ഭുതം. പറഞ്ഞൊരു സെൻറ്റൻസാണ്, വാക്സിനേറ്റഡ് ആയ കുട്ടിക്കും ഇങ്ങനെ ഒരു രോഗം വരാമെന്ന് ആദ്യം ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ ആ സ്ഥാനത്തും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു നന്മയും അത്ഭുതവും ദൈവം ചെയ്ത നന്ദി പറഞ്ഞ ഹൃദയത്തോട് മാത്രമേ ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. നന്മയല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് ചെയ്തിട്ടില്ല. ഈ ആലയത്തിൽ കടന്നു വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അതുപോലെ ഞെരുക്കവും ഭാരവും പ്രയാസവും എൻ്റെ ജീവിതത്തിൽ വന്ന സ്ഥാനത്തൊക്കെയും പ്രാർത്ഥനയിലും എല്ലാം ഒരു കൈത്താങ്ങലായിട്ട് പാസ്റ്റർ നിന്നതിന് ദൈവസന്നിധിയിൽ ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇവിടുത്തെ പാസ്റ്റർക്ക് നന്ദി പറയുന്നു. ഇവിടുത്തെ ദൈവമക്കൾക്ക് പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് പ്രാർത്ഥിച്ചെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവദാസനും ദൈവനാമത്തിൽ ഇന്ന് പൽക്കാലം നന്ദി പറയുന്നു. തുടർന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരത്ഭുതം ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ ദൈവസന്നിധിയിൽ അന്ത്യത്തോളം നിലനിൽപ്പാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബമായി തന്നെ ഈ ആലയത്തിൽ നിന്ന് ജീവിക്കേണ്ടതിന് പ്രത്യേകമായി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്നു. കർത്താവിന് സ്തോത്രം. കർത്താവ് ചെയ്ത